സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ചോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം സ്നേഹമാശ്ചര്യമേ. എല്ലാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ ലംഘനങ്ങളും എല്ലാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യോഗശയ്യായിലെനിക്കു സഹായകനും യാഥാലഗീതവുമവൻ. യോഗശയ്യായിലെനിക്കു സഹായകനും യാഥാലഗീതവുമവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തി ധരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുന്നേ. ദിവ്യാത്മാവാൽ ശക്തി ധരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ള യഹോവയെ പ്രശംസിക്കുന്നു, അടിയാതെ കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയുടെ അപേക്ഷിച്ചു, എനിക്ക് ഉത്തരമരളി, എന്റെ സകല ഭയന്ന് എന്നെ വിടുവിച്ചു. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവനെ വിളിച്ച് യഹോവ കേട്ടു, അവൻ സകല ഭക്ഷണം അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലത് രുചിച്ചറിവിൻ, അവന്റെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും മൃഗട്ടാൽ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണുന്നതിനെ ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്ന ദോഷം ചെയ്യാതിന്റെ നാവിനെയും വ്യാജം പറയാതിന്റെ അതിർത്തേയും കാത്തുകൊള്ളുക. ദോഷം വിട്ടാകുന്ന ഗുണം ചെയ്യുക, സമാന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവികളുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ ചേർച്ചു കാണുന്നതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സുകാരനെ രക്ഷിക്കുന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒഴിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ അനുഭവിക്കില്ല. ആമേൻ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥമാം നദിക്കരികിലും, അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും ക്ഷേമമായി പോറ്റുന്നെയോ സ്നേഹമോടെ യേശുനായകൻ. അവൻ ക്ഷേമമായി പോറ്റുന്നെയോ സ്നേഹമോടെ യേശുനായകൻ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും, അവൻ കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും ആദി എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. ആദി എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ വിഷയമാണ് പറയുന്നത്. നമ്മുടെ എക്സ്പോ കടന്നു വരികയാണ്. എക്സ്പോ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പന്തലിനോർത്ത്, പരിസരത്തിനോർത്ത്, കർഷകരോർത്ത്, അതുപോലെ തന്നെ ലൈവ് പ്രോഗ്രാമോർത്ത്, സ്റ്റേജിനോർത്ത്, അതുപോലെ വിവിധ കമ്മിറ്റികളോർത്ത്, അതുപോലെ സ്റ്റോൾ മിനിസ്ട്രിക്കായിട്ട്, അതുപോലെ പ്രസംഗകരായിട്ട്, സാമ്പത്തിക ആവശ്യങ്ങൾക്കായിട്ട്, എല്ലാ ഫ്ലക്സിനായിട്ട്, എല്ലാ നോട്ടീസിനായിട്ട് ഒക്കെ വഹിച്ചുകൊണ്ട് ദൈവത്തിന് പ്രാർത്ഥിക്കുക. പിതാവേ, അങ്ങ് പ്രാർത്ഥിപ്പാൻ, അപേക്ഷിക്കുവാൻ, യാചിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നും ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്നും കരുണ അവകളിലേക്ക് നോക്കിയ പ്രകാശിതായെന്ന് പറയുന്നു. അവരുടെ മുഖം ധരിച്ചു പോകാതെ അവരുടെ കരയിൽ വായിക്കുന്ന ദൈവകൃപയോ ആരെയും രചിക്കാത്ത ഈ ലോകത്തിലായിരിക്കുവാൻ തക്കണം ഇതെന്ന കൃപകൾക്കായി അങ്ങനെ ഉപലജിപ്പാണ്ടിയാകത്താവേ. നിന്നെ മാത്രം ശരണമായിക്കൊണ്ടും നിന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ടും നിന്നെ സ്നേഹിച്ചുകൊണ്ടും കർത്താവെ അവിടുന്ന് വഴിയാത്തത്തിൽ പ്രാർത്ഥന വിശ്വസമായ ദൈവമാകുന്നു.
കരുതുന്ന ദൈവമാകുന്നു, സ്നേഹിക്കുന്ന ദൈവമാകുന്നു കർത്താവേ. ഞങ്ങളുടെ കൂടെ ദൈവമാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി വന്ന് വാദിക്കുന്ന ദൈവമാകുന്നു കർത്താവേ. പിതാവിന്റെ ഞങ്ങൾക്ക് വേണ്ടി സദാസമയം മധ്യസ്ഥനോർത്ത് സ്തോത്രം ചെയ്തിട്ടവേ. ഞങ്ങൾ സ്നേഹിച്ച സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ. കർത്താവേ, ഞങ്ങൾ പല ആവശ്യങ്ങൾക്കുമായി കർത്താവ് വരുമ്പോൾ കർത്താവേ പ്രാർത്ഥന ദൈവം വായിച്ചിരിക്കുന്നു കർത്താവെ. അവൻ വിജയിക്കുന്നു നോക്കുക, അവനെ കാത്തിരിക്കുക. അങ്ങനെ കർത്താവെ നമ്മൾ പ്രാർത്ഥന ദൈവമായി സ്തോത്രം കർത്താവെ. അങ്ങനെ കാത്തിരിക്കാൻ നടക്കണം, അങ്ങനെ സമയത്ത് വേണ്ടി കാത്തിരിക്കാൻ നടക്കണം, അങ്ങനെ മുഖത്ത് മാത്രം നോക്കുവാൻ നടക്കണം കർത്താവെ. പ്രാർത്ഥന വിശ്വാസനായ പൂർത്തി വരുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ നടക്കണം കർത്താവ് പറയുമ്പോൾ കർത്താവെ. അങ്ങനെ മാത്രം ശ്രദ്ധിച്ചു നോക്കുവാൻ അവനെ വഴികൾക്കായി സ്തോത്രം കർത്താവെ. വചന സംസാരം മക്കളെ ഏർപ്പെടുത്തി പ്രാർത്ഥനാവേ. ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥന വരുന്ന വചനങ്ങൾ ദൈവ സത്യവചനമായി പാതാക്കണം കർത്താവെ. അത് കേൾക്കുന്നവർക്കും കർത്താവെ പറയുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരുമാനം കർത്താവിടെ ഒത്തിരി പ്രാർത്ഥന സംസാരിക്കും കർത്താവെ. സ്നാപാന് വലിയ നിറവ് മക്കളെ വ്യാപരിപ്പാതാക്കണം കർത്താവെ. പ്രാർത്ഥനാവേ പലായിരിക്കുന്ന സന്ദേശത്ത് എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരമൊക്കെ വേണ്ടി പ്രാർത്ഥന അവനാവശ്യങ്ങൾ അറിയാതെ സഹായിക്കും. കർത്താവ് ബലപ്പെടുന്ന കേൾക്കും കർത്താവ് ചെയ്യുവാൻ നടക്കണം കർത്താവയുടെ ആക്കൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ ക്രമീകരിക്കുന്ന ദൈവത്തെയും പ്രാർത്ഥിക്കാം. വചനം കേൾക്കുമ്പോൾ കർത്താവ് ഞാൻ തന്നെ കർത്താവ് ഉദ്ദേശിക്കാതെ കർത്താവ് ഏറ്റവും ശ്രദ്ധയോടെ ഏറ്റവും ആത്മാർത്ഥമായി കർത്താവ് അതിന് കേൾക്കുവാൻ നടക്കണം. ഇക്കടിയാക്കുന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് കഴിയുമ്പോൾ നിത്യജീവിത അവകാശമായി തീരുമാനമാക്കാൻ കർത്താവിടെ ആക്കുന്ന പ്രദേശ സമയത്ത് ഓർക്കുന്നു, സ്ഥലത്ത് ഓർക്കുന്നു. പന്തല് വരുത്തി പ്രാർത്ഥന ഓരോ കാര്യം ചെയ്യാൻ നടക്കുന്ന കർത്താവ് സഹായിച്ച കർത്താവ്. നിന്ന ഇരിക്കുന്ന മക്കളെയും വരുന്ന പോകുന്ന മക്കളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. പല സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് കർത്താവ്. അതെല്ലാം കാണുന്ന സ്തോത്രം കർത്താവ്. എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എനിക്ക് വേണ്ടി ഞങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതൊക്കെ അവസ്ഥയും പ്രാർത്ഥന. അനേക മക്കളെ ജോലിക്കൊന്നൊക്കെയാണ് കർത്താവ് സഹായിക്കുകയും പ്രാർത്ഥിക്കുന്നു. ആവശ്യം വേണ്ട സഹായം ചെയ്യുവാൻ ഒരു കൃത്യം പ്രാർത്ഥന കർത്താവ്. വേല ചെയ്യുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ കർത്താവെ ഒരിക്കലും ഞാൻ കൈവിടുന്ന ദൈവമാണ് കർത്താവ്. ഞാൻ പരസ്പരം ദൈവമാണ്, വിശ്വാസ ശക്തിയുള്ള കർത്താവാണ് കർത്താവെ. ജനസൻ താണിരിക്കുവാൻ നടക്കണം കർത്താവ്. ഇടയാക്കുന്ന അപേക്ഷനായി സഹായിക്കുവാൻ നടക്കണം കർത്താവെ. ഒന്ന് ഇടയാക്കുന്ന പ്രാർത്ഥന ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് കർത്താവ് ഞാൻ വചനം കേൾക്കുമ്പോൾ ഞാൻ ഒന്ന് ശോധന ചെയ്യുകൊണ്ട് കർത്താവ് ജീവിക്കാൻ നടക്കട്ടെ പ്രാർത്ഥന കർത്താവെ. ഒരിക്കൽ സ്നേഹത്തിൽ പോലെ അകലത്തിൽ പ്രാർത്ഥന വ്യത്യാസം എല്ലാ ആവശ്യപ്പെടുത്തി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാ ചെറുതുമായ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപ അവർ അപേക്ഷ പ്രവർത്തിക്കുമ്പോൾ മക്കളെല്ലാം ഒരു കണ്ടെത്തി പ്രാർത്ഥിച്ച് മക്കളെ ജീവിതത്തിൽ പ്രാർത്ഥന എല്ലാം വേണ്ടവരെ ക്രമീകരിച്ച് നടക്കണം. മക്കളവർക്ക് പ്രാർത്ഥന വിലാസത്തിൽ പ്രാർത്ഥന പ്രതിസന്ധികളുണ്ട് കാലാസ്ഥാനപരമായി കേരളത്തിൽ പ്രാർത്ഥന അവരുടെ കിട്ടുവാൻ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥന ഗവൺമെന്റിൽ നിന്നുള്ള സാങ്ഷൻ ഒക്കെ കിട്ടുവാൻ കരണ്ട് കർത്താവ് കാര്യങ്ങൾ ആവശ്യത്തിന് പ്രാർത്ഥന എല്ലാം വ്യക്തമായി ക്രമീകരിക്കുന്നത് കൂടാതെ ഓരോ കാര്യം ചെയ്യാൻ നടക്കാൻ കർത്താവ് സാഹചര്യത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. അതിന് അവർക്ക് നല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന സ്നേഹത്തിന്റെ കവിമക്കൾ പോയി സഹായത്തെ പ്രാർത്ഥിക്കുന്നു. ഷാജിനായിട്ട് നല്ല മക്കൾക്ക് പ്രാർത്ഥനിക്കണമേ. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പ്രാർത്ഥന എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കേൾക്കാം. നിന്നെ മാത്രം ശരണം പ്രാർത്ഥന സ്നേഹിച്ചതിന് മാത്രം ആലോചിച്ചുകൊണ്ട് കർത്താവിനെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അങ്ങ് ഉദ്ദേശിച്ചത് പോലെ ഈ പ്രവർത്തനം നടത്താൻ തക്കണം കർത്താവിടെ ഞങ്ങൾക്ക് പേരിട്ടാൻ വേണ്ടിയല്ല കർത്താവ്. ഞങ്ങൾക്ക് പേരിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് കർത്താവിനെ വചനം ഘോഷിക്കുവാൻ നോക്കണം. വചനം കേൾക്കുന്ന കർത്താവ് അനുഗ്രഹമായിട്ട് നക്കടത്തെ പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും കർത്താവ് രക്ഷണമെന്ന് വരുമെന്നൊക്കെ ആയിട്ട് സന്തോഷം മനസ്സിലാക്കുന്നു. അവന് വേണ്ടി അതിനൊരു നല്ല മക്കൾ സഹായിക്കുന്നു. അതിനോട് വചനം കേൾക്കുവാനും വചനം പറയുവാൻ നക്കണം മക്കൾ കൃത്യ പ്രാർത്ഥന കേൾപ്പാടുന്ന മക്കൾ എനിക്ക് കൃത്യ സഹായിക്കുന്ന പാട്ടുകൾ പാടുവാൻ നക്കണം കർത്താവ് ആത്മനിർഭരമായിട്ട് നക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കൃപയെ പോയി സഹായിക്കണമായിട്ട് നല്ല ജനങ്ങൾക്കായി സ്തോത്രക്കാരെ സ്തുതിക്കുന്നു. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മേത്തരമാം പൊൻ നദിനോടതുല്യം തങ്കവും അതിനോടു സമമല്ല. മേത്തരമാം പൊൻ നദിനോടതുല്യം
തങ്കവും അതിനോട് സമമല്ല. മധുരം മധുരം മനോഹരം നൽതേനിലും മധുരം തിരുവചനം. ആമേൻ. മധുരം മധുരം മനോഹരം നൽതേനിലും മധുരം തിരുവചനം. അധ്വാനിക്കും മനുജർക്കകിലം ആശ്വാസത്തിൻ അധ്വാനിക്കും മനുജർക്കകിലം ആശ്വാസത്തിൻ ഉറവിടമാ. മധുരം മധുരം മനോഹരം നൽതേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽതേനിലും മധുരം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഭവനമായി ദൈവത്തെ ആരാധന തന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾ ആയിരിക്കുന്ന ദൈവകൃപയിലാണ്. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ നൽകിയ എല്ലാ കൃപകൾക്കും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്ന സംഖ്യ 112 അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ, സംഖ്യ 112 1 വാക്യം വായിക്കുമ്പോൾ, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ ഒത്തിരി ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച്, ആത്മീയ ഭൗതികമായ സകല അനുഗ്രഹത്തെക്കുറിച്ചാണ് താഴെ ഭാഗം വിവരിച്ച് പറഞ്ഞത്. അവന് സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഒന്നാമത്തെ അനുഗ്രഹം പറയുന്നത്, നമ്മൾ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നാമത്തെ ദൈവികമായ ആത്മീയമായ അനുഗ്രഹം പറയുന്നത്, അവന് സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. രണ്ടാമത്, അവർ തലമുറ അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല ഐശ്വര്യവും സമ്പത്തും അവന് വീട്ടിലുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ദൈവം അവിടെ കൊടുക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 1 അധ്യായം അതിന്റെ 17 വാക്യം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 1 അധ്യായം 17 വാക്യം, സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു, ഇസ്രായേൽ രാജാവ് താങ്കൾ കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. നമ്മൾ കുരുവാക്കി മറന്നു പോരുത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് ചില കമ്പി വാക്യങ്ങൾ പറയാൻ ആഗ്രഹിക്കണം. ഇവിടെ പറയുന്നത്, പുറപ്പാട് പുസ്തകം 1 അധ്യായം 17 വാക്യം പറയുന്നത്, സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. അവർ മിസ്രൈം രാജാവിന്റെ വാക്ക് അനുസരിക്കാതെ ദൈവത്തെ ഭയപ്പെട്ടു. മാത്രമല്ല ആ മിസ്രൈം രാജാവ് പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് അവരെ ചെവി കൊടുക്കാതെ അവരെ രക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 20 വാക്യം വായിക്കുമ്പോൾ, പുറപ്പാടിന്റെ 1 അധ്യായം 20 വാക്യം വായിക്കുമ്പോൾ, ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. 21 വാക്യം പറയാണ്, സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുകൊണ്ട് അവൻ അവർക്ക് കുടുംബ വർദ്ധനവ് നൽകി. സൂതികർമ്മിണികൾ അവർ മിസ്രൈം രാജാവിനേക്കാൾ കൂടുതലായി ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവർ മിസ്രൈം രാജാവിന്റെ വാക്ക് കേൾക്കാതെ ആൺകുഞ്ഞുങ്ങളെ രക്ഷിച്ചതുകൊണ്ട് ദൈവം അവർക്ക് കുടുംബ വർദ്ധനവ് നൽകി എന്ന് പറയുകയാണ്. ദൈവം അവർ അനുഗ്രഹിച്ച് പറയാണ്, അവർ തലമുറകൾ അനുഗ്രഹിച്ച് പറയാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനം എങ്ങനെയാണ്? അത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുടെ ഈ സൂതികർമ്മങ്ങൾക്ക് ആ വംശത്തിന്റെ ദൈവം ഒരു വലിയ കുടുംബ വർദ്ധനവ് നൽകിയെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ഭയപ്പെടുമ്പോഴാണ് അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഡിഗ്രി കൊണ്ടോ നമുക്ക് ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കത്തില്ല. അതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന വലിയ അനുഗ്രഹം ഒന്നാണ്, ദൈവം സൂതികർമ്മങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു, അവർ തലമുറകൾ ഏറ്റവും ബലപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എബ്രായലേഖനം 6 അധ്യായം അതിന്റെ 10 വാക്യം വായിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അവൻ
അനീതിയുള്ളവനല്ല. അവിടെ ശ്രദ്ധിക്കണമേ, എബ്രായ ലേഖനത്തിൽ പറയാണ്, തന്റെ നാമത്തോട് കാണിച്ച, ദൈവത്തിന്റെ നാമത്തോട് കാണിച്ച കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി അവന്റെ വേലയിൽ നിൽക്കുന്ന ഈ ആളുകൾ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം ഒരു നാളും മറന്നു കളയത്തില്ല. അവന്റെ നാമത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തുവോ, ഒരു സ്വർണം കൊടുത്തുവോ, അവർക്ക് ആഹാരം കൊടുത്തുവോ, അത് വേലയ്ക്ക് നിങ്ങൾ സാമ്പത്തികം കൊടുത്തുവോ, അല്ലെങ്കിൽ വേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് കൊടുത്തുവോ, അവർക്ക് വേണ്ടി പാർപ്പാൻ നിങ്ങൾ സ്ഥലം ഒരുക്കി കൊടുത്തുവോ, അവർക്ക് നീ ഭക്ഷണം ഒരുക്കി കൊടുത്തുവോ, അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവം പറയാണ് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം ഒരു നാളും മറന്നു കളയത്തില്ല. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ഉറപ്പാണ് ദൈവമായിട്ട് പറഞ്ഞത്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ചെയ്ത, അവൻ വേലയ്ക്ക് വേണ്ടി ചെയ്ത ഏത് ചെറിയ കാര്യമായാലും അവൻ മറക്കാതെ ഓർക്കുന്ന, അത് ദാവീദിന്റെ തലമുറയോട് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നാം മനസ്സിലാക്കുന്നത്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 13 അധ്യായം വായിക്കുമ്പോൾ, അതിന് 5 വാക്യം വായിക്കുമ്പോൾ, സംഗീതം 13 5 വാക്യം വായിക്കുമ്പോൾ, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു. സ്തോത്രം. അവിടെ സംഗീതം പറയാണ്, ദാവീദ് പറയാണ്, എന്താ പറയുന്നത്? എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കും, ഞാൻ നിന്റെ രക്ഷയിൽ, നിന്റെ വചനത്തിൽ ഞാൻ ആനന്ദിക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. പാടാറുണ്ട്, അതെ, കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെന്റെ സന്തോഷം വിശ്രാമ നാൾ തോറും, അവനെന്റെ സർവഭൂമേ, അവനെന്റെ സന്തോഷം വിശ്രാമ നാൾ തോറും, അവനെന്റെ സർവം. നമുക്ക് കർത്താവിന്റെ രക്ഷയിൽ ആണ് സാധിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം സേഫായിട്ടുള്ള വേറെ സംഭവമില്ല നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കർത്താവിൽ ആനന്ദിക്കുവാൻ, അവന്റെ വേലയിൽ ആനന്ദിക്കുവാൻ, അവന്റെ കർത്താവിനെ ശുശ്രൂഷയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, അത് അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവത്തിന്റെ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും വായിക്കുമ്പോൾ എബ്രായ ലേഖനം 11 അധ്യായം 24 വാക്യം വായിക്കുമ്പോൾ, 31 വാക്യം വായിക്കുമ്പോൾ, എബ്രായ ലേഖനവും 11 അധ്യായം 31 വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസത്തിൽ കൂടെ നശിക്കാതിരുന്നു. ലാസ്റ്റ് മക പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കണം. ഇവിടെ പറയാണ്, വിശ്വാസത്താൽ, സ്തോത്രം, രാഹാബ് എന്ന വേശ്യ സ്ത്രീ ഒറ്റുകാരെ സമാധാനം കൈക്കൊണ്ടത് കൊണ്ട്, സ്തോത്രം, അവർ അവിശ്വാസത്തിൽ കൂടെ നശിക്കാതിരുന്നു. രാഹാബ് എന്ന വേശ്യ സ്ത്രീ, പാപിനിയായ സ്ത്രീ, സ്വർഗത്തിനെ പടി കാണാൻ സാധിക്കുന്ന സ്ത്രീ. എന്നാൽ അവൾ ദൈവത്തിന്റെ പ്രവർത്തകരെ, ദൈവത്തിന്റെ ദാസന്മാരെ, ഒറ്റുകാരെ സംരക്ഷിച്ചുകൊണ്ട്, അവർ കൊല്ലാതെ അവരെ ജീവിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി അവരെ ഒരു സേഫായ സ്ഥലം ഒരുക്കിക്കൊണ്ട്, അവിടെ പറയാണ്, അവർ അവിശ്വാസം ചെയ്തു നശിക്കാതിരുന്നു. രാഹാബ് എന്ന വേശ്യ സ്ത്രീ, സ്വർഗം കാണാൻ യാതൊരു സാഹചര്യമില്ലാത്ത വേശ്യ സ്ത്രീ, ദൈവത്തിന്റെ ദാസന്മാരെ പരീക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സുരക്ഷിതമായ സ്ഥലമൊരുക്കിക്കൊണ്ട് അവൾ നശിക്കാതെ സ്വർഗത്തിന്റെ അവകാശത്തിന്റെ അവകാശിയെത്തിയിരുന്നു. തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം അവൻ ഒരു നാളും മറന്നു കളയത്തില്ല. സ്തോത്രം. അവന്റെ നാമത്തോട് കാണുന്ന സ്നേഹം, അവന്റെ നാമത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, കർത്തവേലയ്ക്ക് വേണ്ടി എന്തെല്ലാം തരങ്ങളിൽ നാം ഉപകാരപ്പെടുന്നുവോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കപ്പെടുന്നുവെങ്കിൽ അവരുടെ നാമത്തെ അവൻ ഒരു നാളും മറന്നു കളയത്തില്ല. അവന്റെ കുടുംബത്തെ, അവന്റെ തലമുറയെ അവൻ ഒരു നാളും മറന്ന് കളയാത്ത ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിന്റെ ഇമ്പത്തിനേക്കാൾ ഉപരിയായിക്കൊണ്ട് കർത്തൃവേലയ്ക്ക് വേണ്ടി, അവന്റെ നാമത്തിന് വേണ്ടി, അവന് ബലമുള്ള കൈക്ക് നമ്മൾ താന്നിരുന്നു കഴിഞ്ഞാൽ അവൻ തക്ക സമയത്ത് നാം ഉയർത്തുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ വാക്കുനത്തിന് ആഗ്രഹിക്കാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യമാനങ്ങളെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, വിശുദ്ധ ദിവസത്തിന്റെ കർത്താവ്, വലിയ സാത്വികായ സ്തോത്രം. കർത്താവ്, ഞങ്ങൾ പകൽക്കാലങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളെ വഴി നടത്തി, കർത്താവ് ജീവന പ്രദേശത്ത് കർത്താവ് ഞങ്ങളെ പരിപാലിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവ്, രാത്രി സമയം വരെയും പരിപാലിച്ച് വഴി നടത്തിയ എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം.
കർത്താവ് പകൽ ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ കുറവുകളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വാക്കുകൾ വന്നു പോയിട്ടുള്ളത്, ഞങ്ങളുടെ പ്രവൃത്തിയിൽ വന്നുപോയി, ഞങ്ങളുടെ ചിന്തകളിൽ വന്നു പോയിട്ടുള്ള സകലത്തെയും കർത്താവെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി കർത്താവെ ഈ രാത്രി കർത്താവെ അനുഗ്രഹത്തോടുകൂടി ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ഞങ്ങൾ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് കർത്താവ് കൃപയാൽ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രായമുള്ളവരുണ്ട് കർത്താവെ, യൗവനക്കാരുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, എല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് കൂടെ ഇരിക്കണം, ചിറകിനടിയിൽ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തള്ളയാടുകളെ മെല്ലെയും കർത്താവെ മുടന്നുള്ളതിനൊക്കെ അവിടെ താങ്ങുന്ന വലിയ കർമ്മങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഓരോരുത്തർക്ക് ആവശ്യമായ കൃപ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെയും വിചാരങ്ങളെയും വികാരങ്ങളെയൊക്കെ അവിടുന്ന് മാനിക്കുന്ന അറിയുന്ന കർത്താവായിരിക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. രോഗികളായിട്ടുള്ള മക്കളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവയോട് ആശ്വാസം നൽകണമേ, രോഗസൗഖ്യം നൽകണമേ, കർത്താവയോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ മീനിന്റെ തലയിലെ ദ്രഹ്മ കാണുന്ന കർത്താവ് ജീവിതത്തിന് ആവശ്യമായ വഴികളെയും വാതിലുകളെയൊക്കെ അവിടെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവാഹപ്രായത്തിൽ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് തക്ക തുണകളെ അവിടുന്ന് കർത്താവ് മക്കൾക്കായി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് മക്കളായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ. തലമുറകളെ കാണിക്കുന്ന കർത്താവായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമായിരിക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കർത്താവെ, ബന്ധനങ്ങള്, ശാപങ്ങള് എല്ലാം കർത്താവോട് നീക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ പഠിക്കുന്ന മക്കള്, പരീക്ഷക്കാട് ഒരുങ്ങുന്ന മക്കൾ എല്ലാവരെയും യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഭവനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾ, ഭവനം പണിയുന്ന മക്കൾ എല്ലാവരും യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടക്കുന്ന കൺവെൻഷനുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേല ചെയ്യുന്ന എല്ലാ മക്കളെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രായമായിട്ട് കർത്താവ് വേലയിൽ നിന്ന് വിശ്രമിച്ചിരിക്കുന്ന രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ അന്തിവരെ നല്ല പ്രത്യാശയോടുകൂടെ കർത്താവെ വിശ്വാസത്തിൽ അവിടുന്ന് കാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യം ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകണമേ. സമാധാനത്തോടെ ദേശത്ത് വസിപ്പാൻ തക്കോണം ആവശ്യമായ കൃപ ഓരോ മക്കൾക്കും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രയാസങ്ങളുടെ മധ്യ, പ്രശ്നങ്ങളുടെ മധ്യേ കർത്താവിന്റെ വേല ചെയ്യുന്ന ഓരോ മക്കളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് പരവേലകളൊക്കെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ കൂട്ടങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് രാത്രി സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കാവലായി, കോട്ടയായി, അഭയമായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടങ്ങൾക്കായിട്ട് സ്തോത്രം. യേശു മാതാവെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മേഘജാതനവും പരിശുദ്ധ മന്ത്രിസഹവാസം കൂട്ടായ്മ നാം പ്രാർത്ഥിച്ച എല്ലാ മേലും എല്ലാ മക്കളുടെ മേലും എന്നേക്കും ഉണ്ടാക്കുമാറാട്ടെ. ആമേൻ. നമുക്ക് യേശുനാമത്തിലെ ഹല്ലേലൂയ 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 കർത്താവേ വേഗം